ഫ്രണ്ട്സ്, വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യണമല്ല, സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം തൊണ്ടവേദനയാണ്. അപ്പം അതുകൊണ്ടാണ് സംഭവം. ഇന്നലെ ഒരു സംഭവം നടന്നു, അതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. സംഭവം ഇതാണ്. ഇന്നലെ കുഞ്ഞുങ്ങളെ ചിറ്റിക്കാൻ വേണ്ടി വിട്ടതാണ്. ഒരു 5 പ്രാവുകളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ പറന്ന്, സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ പറന്ന് മൂന്നാമത്തെ പറവയൊക്കെയായിരുന്നു. മൂന്നാമത്തെ പറവയിൽ നമ്മൾ കൂടൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പ്രാവ് ഇറങ്ങിയില്ല. പ്രാവുകൾ ഹൈറ്റിലായിരുന്നു. അപ്പോൾ നോർമലി ഒരു 2 തെങ്ങിൻ്റെ ഹൈറ്റിൽ സ്റ്റാർട്ടിലൊരു ലഗഡ് വന്ന്, ലഗഡ് മീൻസ് ഹോക്ക് വന്ന് ആദ്യം വന്ന് പ്രാവ് ഇറക്കണ പോലെ 3 ലാപ്പൊക്കെ വെച്ച് നമ്മളെ പ്രതീക്ഷയില്ലാണ്ട് നമ്മളെ പറ്റിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് നടത്തിയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. കാരണം ആ വന്നു പോണത് സ്കെച്ചിങ് ആയിരുന്നു, ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ നേരെ മുകളിലോട്ടൊരു പൊങ്ങി പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനെ ഒരു 3 പ്രാവുകളും, ഒരു പ്രാവിൻ്റെ സഞ്ചി, ഒരു പ്രാവിൻ്റെ കൈ ഒക്കെ സെറ്റാക്കിയിട്ട് മൂപ്പര് പിന്നെയും പോയി. അത് കഴിഞ്ഞ് മൂന്നാമത് നല്ല പറന്നുകൊണ്ടിരുന്ന സബ്ജാബിനെയും പിടിച്ചിട്ടും പോയി. അതിൻ്റെ കൂടെ കണ്ട് പേടിച്ചൊരു ചാമ്പ കുഞ്ഞ് മിസ്സായിട്ടുണ്ട്. മൊത്തം 5 പ്രാവുകളും പരിക്കും മിസ്സിങ്ങുമാണ്. നമ്മുടെ നോക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇതൊരു സംഭവമാക്കി പറയാനുള്ള കാര്യമാണെന്നൊക്കെ വിചാരിക്കും. നമുക്ക് പ്രാവ് പോകണത് വലിയ വിഷയമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് പോയ അത്രയും പ്രാവുണ്ടെങ്കിൽ ഒരു 10-15 കൂട് വെക്കാം. അതിനും വേണ്ടിയുള്ള പ്രാവ് ഇടുന്ന് പോണ പ്രാവ് ഏതാണെന്ന് പോലും നമ്മൾ പറയാറില്ല. സംഭവം ഇതാണ്. ഇപ്പം പറപ്പിക്കണവർ ശ്രദ്ധിക്കുക. ചിറ്റിക്കാനാണെങ്കിലും പറവ് കൂടുതലുള്ള പ്രാവുകളെ വിടാണ്ടിരിക്കുക. പ്രാവ് ഇട്ട് കൊടുത്ത് ഇറങ്ങുന്ന പ്രാവൊക്കെയാണെങ്കിൽ വലിയ സീനില്ല. പ്രാവ് പറവയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെട്ടിയിറങ്ങുന്നും കാണിച്ച് ഇറങ്ങില്ല. അങ്ങനെയുള്ള പ്രാവിനെ സിമ്പിളായിട്ട് എടുത്തിട്ടും പോകും. അതാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നതാണ്. നമുക്ക് ഇന്നലെ ഒരു ചെറിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. വേണ്ടപ്പെട്ട പ്രാവുമായിരുന്നു. ഈ സീസണ് പറപ്പിക്കാനുള്ള പ്രാവാണ് പോയത്. പ്രാവുണ്ട്, വേറെ പഞ്ഞം പറയൊന്നുമില്ല. പ്രാവുകളുണ്ട്. എന്നാലും പറവ കണ്ട് പോകുമ്പോഴാണ് വിഷമം. അപ്പോൾ അതാണ് ആ പ്രാവ് പോയ കേസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ പറപ്പിച്ചിറക്കണം എങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞിനെ പറപ്പിച്ചിറക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ പ്രാവ്, അതായത് ഒരു കുഞ്ഞാണല്ലോ. ഇപ്പോൾ ഇത് 3 കുഞ്ഞുങ്ങളാണ്. ഈ 3നെ നമ്മൾ പറപ്പിച്ചിട്ടില്ല. നമ്മൾ ഇതേപോലെ ഇത് കാണിച്ചു കൊടുത്ത് ഇതിപ്പോൾ നമ്മൾ ഒരുവിധം കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ ആൻഫീഡ് ചെയ്തിട്ട് മാറ്റുന്നതാണ്. ഇതിൽ നിന്ന് പറക്കാനുള്ള പരിവാകുമ്പോൾ നമ്മളെടുത്തിട്ട് അതിനാദ്യം കൂട് സെറ്റ് ചെയ്യും. നമ്മൾ കൂടിനകത്ത് ഒരു 4-5 ദിവസം ഇട്ടതിന് ശേഷം ഹവായിക്കൂട്ടിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ച് നമ്മൾ ഹവായിക്കൂട് നേരിട്ടെടുത്ത് ഒരു കാരണവശാലും പറപ്പിക്കരുത്. ഹവായിക്കൂടിന്ന് നമ്മൾ പ്രാവുകളുടെ കൂടെ തുറന്നു വിട്ട് തീറ്റ കൊടുത്തതിന് ശേഷം മാത്രമേ പറപ്പിക്കാൻ പാടുള്ളൂ. എപ്പോഴും പറയുന്ന കേസ് അതാണ്. കാരണം നമുക്ക് അനുഭവമുള്ളതുകൊണ്ട് നമ്മൾ പറയണത്. പ്രാവിനെ ഇരുന്നെടുത്ത് നേരെ വിടുമ്പോൾ കുഞ്ഞിന് സ്ഥലങ്ങൾ മനസ്സിലാവും, പക്ഷേ ഇറങ്ങാൻ അറിയില്ല. പ്രാവ് കടന്ന് കളിക്കും, തെണ്ടി ആകെ പ്രാവ് നാശ പരിവാവും. അപ്പോൾ അതുകൊണ്ട് പ്രാവിനെ താഴത്തിറക്കി ഇപ്പോൾ നമ്മുടെ പ്രാവുകൾ മുകളിലും താഴത്തേയും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാവുകൾ അതിൻ്റെ കൂടെ പോയി വരും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും പ്രാവൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കൂടെ പറപ്പിക്കാൻ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫീമെയിൽ ഡ്രൈവറിനെ വിടുന്നുണ്ട്. 3 കുഞ്ഞുങ്ങൾ, 3 കണക്കില്ലാത്ത 3 പുതിയ കുഞ്ഞുങ്ങളാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ചിറ്റിച്ചിറക്കി വെട്ടി വിളിക്കണം. അതിന് വേണ്ടി മാത്രമാണ്. കാരണം ടൂർണമെൻറ്റ് ജൂൺ അവസാനം മുതലൊക്കെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ പറഞ്ഞോണം തന്നെ പ്രാവിനെ വായിക്കൂടിലിടുക. നമ്മൾ തീറ്റ കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇതിനകത്ത് ഇട്ട് വെക്കുക. ഇതിനകത്ത് കിടന്ന് പ്രാവ് വീടും മരിച്ചിട്ട് നോക്കും. എന്നിട്ട് തുറന്നു വിടുന്നതിനോടൊപ്പം തന്നെ പ്രാവിനെ ഇതിനകത്ത് ചാടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പ്രാവുകളോട് കൂട്ടി കയറും. അത് ഷെഡും പുറവും തട്ടും ഒക്കെ ഏകദേശം തട്ടിക്കളിച്ച് നിൽക്കും. അങ്ങനെ പരിചയമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രാവിൻ്റെ ഒരു ഏകദേശം ലെവൽ മനസ്സിലാവും. ഇപ്പോൾ ചിലപ്പോൾ ഈ കൂട്ടിനകത്ത് പാവത്തിനെ പോലെ ഇരിക്കും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പ്രാവിൻ്റെ ഫസ്റ്റ് പറവ് തന്നെ ഭയങ്കര പറവായിരിക്കും നമ്മുടെ കൺട്രോൾ. അപ്പോൾ സംഭവം ഇപ്പോൾ ഇത് 3 പരിചയമാണെങ്കിലും പറവ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വിട്ടുനോക്കണേണ്. 3 വേണ്ടപ്പെട്ട പ്രാവിൻ്റെ 3 പ്രാവുകളുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വിടണേ. അപ്പോൾ ഇന്നിപ്പോൾ 2 വിടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കുഞ്ഞ് ആയിട്ടില്ല, പക്ഷേ ഹവായിക്കൂട്ടിലിപ്പോൾ ഇന്നലെ മുതൽ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. മറ്റേതിനെ 3-4 ദിവസമായി. അപ്പോൾ നമ്മൾ പ്രാവിനെ വിടാൻ പോയി. നമ്മൾ കൈവിട്ട പട്ടം, നൂല് പൊട്ടിപ്പോയ പട്ടം എന്നൊക്കെ പറയുന്ന ഒരു കളിയാണ് പ്രാവിൻ്റെ കളി. അതുകൊണ്ട് നമ്മൾ ആ കളിക്ക് മുതിരുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ
ഒരു പെടപ്രാവിനെ, പെടൽ ഇത് പെടപ്രാവാണ്, ഡ്രൈവറായിട്ട് വരും. ഇതൊരു കുഞ്ഞുമാണ്, നമ്മളിതിനെ വിടണം. ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മളപ്പം തന്നെ അടുത്ത കുഞ്ഞിനെ കൂടി എടുക്കുന്ന കേസ്. ഇതൊരു കുഞ്ഞാണ് കേസ്, ഇതൊരു കുഞ്ഞാണ്. ഇതിനെ വിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രാവിനെ വിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവുടെ പ്രാവ. ഇതിലൊരു കുഞ്ഞ് പെട്ടെന്ന് അഴിക്കാറുള്ള പ്രാവാണ്. പ്രാവ് അല്ല, അവർ കളിക്കുന്നുണ്ട്, പറക്കുമ്പോൾ തന്നെ ഒരു ജാതി കളിയാണ് കളിക്കുന്നത്. ജോലി കളിക്കുന്നുണ്ട്. നമ്മൾ പ്രാവിനെ കുറിച്ച് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ വിടുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ നോക്കി നിൽക്കരുത്, പ്രാവിൻ്റെ വഴിക്ക് കൊണ്ടു. പ്രാവിൻ്റെ പറവ ചെറിയൊരു പെശക കണ്ടുകൊണ്ട് നമ്മൾ ഒരെണ്ണം കൂടി സപ്പോർട്ട് കൊടുക്കണേ കേസ്. കുഞ്ഞ് ലെവൽ മാറി പോകണേ, അപ്പോൾ ഒരു നമ്മൾ വേറൊരു പ്രാവിനും കൂടി വന്നു. ഒരു കുഞ്ഞ് നമ്മുടെ കൺട്രോളിലുണ്ട്, ഒരു കുഞ്ഞ് നമ്മുടെ കൺട്രോളിലില്ല. പ്രാവിനെ ഇറക്കാനുള്ളൊരു ഒരു കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത കുഞ്ഞ് ഇറങ്ങിയിട്ടില്ല. അടുത്ത കുഞ്ഞ് ഞാൻ മുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ തട്ടിലുണ്ട്, പ്രാവിന് നമ്മുടെ കൺട്രോളിലുണ്ട്.
കറുത്ത കുഞ്ഞ് ഇരുന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ചിറ്റി ചേർക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സുഖമായിട്ട് പറപ്പിച്ചെടുക്കാം. അപ്പോൾ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ പ്രാവിട്ടിട്ട് പ്രാവിന് ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ച് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് പ്രാവിരിക്കും. നമ്മൾ കൂടുതൽ പറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാവ് പറവിലേക്ക് ആവും. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ പറപ്പിക്കാണ്ട് ഞാൻ പ്രാവിനെ ഇറക്കാനുള്ള സെറ്റപ്പ് നോക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. പറന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറവയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാവ് നട്ടിട്ട് നമ്മൾ കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല, പ്രാവ് ഇറങ്ങൂല. നല്ല പ്രാവുകൾ പറക്കണ പ്രാവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങും. ചില പ്രാവുകളുടെ കുഞ്ഞുങ്ങൾ പറന്ന് ഫോം ആയി കഴിഞ്ഞാൽ ഇറങ്ങൂല. അപ്പോൾ അതുകൊണ്ട് എടുത്തെടുത്ത് പറയണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.